കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാർക്കോസ് എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പിൻ. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പിൻ എന്ന്. കർത്താവ് ഇവിടെ ആവർത്തിച്ച് പറയുകയാണ്, ഉണർന്നിരിപ്പിൻ എന്ന്. പ്രിയ ദൈവമക്കളെ, കർത്താവായ ദൈവം നമ്മെ ചേർക്കാൻ വരുമ്പോൾ നിങ്ങൾ ഉറങ്ങുന്നവരായി കാണപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉണർന്നിരിപ്പിൻ എന്ന്. അപ്പോൾ നിങ്ങൾ ആലോചിക്കാം, എന്ത് ഉറങ്ങുന്നവർ? അപ്പോൾ രാത്രി വന്നാൽ രാത്രി നമ്മൾ ഉറക്കത്തിലായിരിക്കുമല്ലോ എന്ന് വിചാരിക്കാം. അങ്ങനെയല്ല. ഉറങ്ങുന്നവരെന്ന് പറഞ്ഞാൽ നാം പറയും അല്ലേ, ഉറക്കം നടിച്ചിരിക്കുന്നു എന്ന് പറയും. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്തവരെ പോലെ, അല്ലെങ്കിൽ ഒന്നും കേൾക്കാത്തവരെ പോലെ. ഉറങ്ങുന്നവർക്കൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. നല്ല ഉറക്കത്തിലിരിക്കുന്ന ഒരാൾക്ക് എന്ത് നടന്നാലും അറിയാൻ പറ്റത്തില്ല. അതേപോലെയാണ് ചിലരുടെ ജീവിതം. അവർ പോകുന്ന പോക്കിൽ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഒരു ഉറക്കത്തിലിരിക്കുന്നത് പോലെ, ഒരു ഉണർവും ഇല്ലാതെ. കർത്താവ് വരും. അതുകൊണ്ട് നാം മണവാട്ടിയായി നാം ഒരുങ്ങണം, അല്ലെങ്കിൽ അനേകരെ ഒരുക്കണം. കർത്താവിൻ്റെ വരവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനായിട്ട് നാം എന്തെങ്കിലും ചെയ്യണം. കർത്താവ് നമുക്ക് ചെയ്തു തന്നതിനെ നാം മറ്റവരോട് അറിയിക്കണം എന്നുള്ള ഒരു ഇതുമില്ല. തനിക്ക് കിട്ടുന്ന നന്മ താൻ പ്രാപിച്ചുകൊണ്ട് തൻ്റെ കാര്യം, തൻ്റെ കുടുംബത്തിൻ്റെ കാര്യം എത്രയും ശ്രേഷ്ഠമായി, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഒരു നല്ല നിലയിൽ എത്തണമെന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ നോക്കത്തോടുകൂടെ ജീവിക്കുന്ന അനേക കുടുംബങ്ങളെയും വിശ്വാസികളെയും ചില പാസ്റ്റർമാരെയും നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ പാസ്റ്റർമാരെയും എല്ലാ വിശ്വാസികളല്ല ഞാൻ പറയുന്നത്. ചിലവർ എന്നും ഉറക്കത്തിലാണ്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ, യേശു വരുമോ, വന്നാൽ ഞാനും പോകും. അതാണ് അവർ പറയുന്നത്, വന്നാൽ ഞാനും പോകും എന്ന്. പക്ഷേ എങ്ങനെ പോകും? എൻ്റെ ദീപത്തിൽ എണ്ണ ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ഓട്ടം തികയ്പ്പാൻ കണക്കാക്കി ഞാൻ യാത്രയ്ക്ക് പോകുന്ന ഒരാൾ തന്നെത്താനെ നല്ലവണ്ണം ഒരുങ്ങുന്നത് പോലെ ഞാൻ എല്ലാ കാര്യത്തിലും ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് നാം പലപ്പോഴും നോക്കത്തില്ല. പ്രിയ ദൈവമക്കളെ, പല വർഷം കൊണ്ട് കണ്ണാടി വയ്ക്കുന്ന ഞാൻ +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ കണ്ണാടി വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴും, അഥവാ കണ്ണാടി വയ്ക്കുവാൻ മറന്ന് ഞാൻ ഇറങ്ങിപ്പോയാൽ കംപ്ലീറ്റ് ഞാൻ ഒരു ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാത്തതുപോലെ തോന്നും. എന്തോ ഒരു വലിയ കുറവ് പോലെ എനിക്ക് തോന്നും. നിസ്സാരം ഈ ലോകപ്രകാരമായിട്ടുള്ള ഒരു കണ്ണാടിയിലാണ്. അപ്പോൾ നാം നല്ലവണ്ണം വസ്ത്രം ധരിച്ചു, പൗഡർ ഇട്ടു, പിന്നെ തല കോതി എല്ലാം ചെയ്തു. പക്ഷേ ആ ഒരു കണ്ണട വയ്ക്കുവാൻ മറന്ന് നാം ഇറങ്ങുമ്പോൾ, അപ്പോൾ ബാഗ് എടുത്തിരിക്കും, ചിലപ്പം പൈസ എടുത്തിരിക്കും, ഫോൺ എടുത്തിരിക്കും, എല്ലാം എടുത്തിരിക്കും. എങ്കിലും അതിൻ്റെ ഒരു കുറവ്, ആ ഒരു കണ്ണാടി ഇല്ലെങ്കിൽ നമുക്ക് നോക്കുവാൻ പറ്റത്ത. അപ്പോൾ നമ്മുടെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഒരുക്കമുണ്ടെങ്കിൽ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് തീർത്തിട്ട് വരുവാൻ പറ്റും. അതേപോലെ എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം ശരിക്ക് ദൈവരാജ്യത്തിൽ പോകാൻ കണക്കാക്കി ഒരുങ്ങണം. അല്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഒരുങ്ങുക മാത്രമല്ല, ഉണർവുള്ളവരായിരിക്കണം. നാം ഉറങ്ങുന്നവരായിട്ട് എപ്പോഴും വന്നാലും ഞാൻ പോകുമെന്നുള്ള ഒരു ഉദാസീനതയോടെ ഉറക്കം നടിച്ചിരിക്കാതെ നാം ഈ ദിവസങ്ങളിൽ വചനങ്ങളെ കേട്ട് അനുസരിച്ച് കർത്താവിൻ്റെ രാജ്യത്തിൽ പോകുവാൻ നാം ഒരുങ്ങുകയും അടുത്തവളെ ഒരുക്കുകയും, അതുമല്ല ഉണർന്ന് ഉത്സുകരായി എപ്പോഴും വേണമെങ്കിലും വരാം. അത് രാത്രിയോ പകലോ അല്ലെങ്കിൽ വൈകുന്നേരമോ നടുരാത്രിയോ എവിടെയെന്നോ എപ്പോഴൊന്നും പറയാൻ പറ്റില്ല. മഴക്കാലത്തോ അല്ലെങ്കിൽ കുളിർ സമയത്തോ വെയിലിലോ, അല്ലെങ്കിൽ നാം ഉറങ്ങിക്കിടക്കുമ്പോഴോ ഞാൻ കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴോ എപ്പോഴാണ് യേശു വരുമെന്നുള്ള ഒരു നിശ്ചയമില്ലാത്തത് കൊണ്ട് എപ്പോഴും ഉണർവുള്ളവരായി, ഉറങ്ങാതെ ഉറക്കത്തിൽ നിന്ന് എഴിച്ച് ഉണർവുള്ളവരായി ഇരുപ്പാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, അങ്ങയുടെ വരവിന് വേണ്ടി കാത്തിരുന്ന 10 കന്യകമാരിൽ 5 പേരെ പോലെ കർത്താവേ, ഞങ്ങൾ എണ്ണ ഇല്ലാത്തവരായിരിക്കാതെ കർത്താവെ, ഞങ്ങൾ ഉണർന്നിരുപ്പാനും അങ്ങ് ദൈവമേ പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ ദൈവമേ മതിവോളം ഞങ്ങൾ സ്വീകരിച്ച് വയ്ക്കുവാനും അങ്ങയുടെ രാജ്യത്തിൽ വരുവാനും കർത്താവെ ഞങ്ങൾ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ. കർത്താവെ, അപ്പോൾ ദൈവം അങ്ങയുടെ വചനം പറയുന്നല്ലോ, കർത്താവ്, ഈ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും എൻ്റെ വചനങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകുകയില്ലെന്ന്. ആ മാറ്റമില്ലാത്ത വചനത്തെ വിശ്വസിച്ച് അങ്ങയുടെ രാജ്യത്തിൽ വന്ന് ചേരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.